ശരിക്കും ആദിലയും നൂറയും ഒരു വമ്പൻ സംഭവങ്ങളാണ്. ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയലാണ്. എസ്പെഷ്യലി ആദില പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ നൂറ തുള്ളും, നൂറ പറയുന്നതനുസരിച്ച് ചിലപ്പോഴൊക്കെ ആദിലയും തുള്ളും. സംഭവം ഇന്നലത്തെ ടാസ്കിന്റെ ഒരു ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലത്തെ ടാസ്കിൽ നൂറയ്ക്ക് കുറച്ച് ബോളുകൾ കിട്ടിയായിരുന്നു, ആദിലയ്ക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പൊ ഒരു 3 ബോളൊക്കെ വന്നപ്പോഴത്തേക്കും ആദില അത് കൊണ്ടുവന്ന് നൂറയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് ആദ്യം ചൂണ്ടിക്കാണിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് അത് അനുമോളാണ്. അതായത് അങ്ങനെ ചെയ്യരുത്. അനുമോളുടെ ഭാഗത്ത് അനുമോളുടേതായിട്ടുള്ള ഒരു ന്യായമുണ്ട്. അത് നമുക്ക് കേട്ടാലും ന്യായമായിട്ട് തോന്നും. വേറൊന്നുമല്ല, ഈ ആദിലയല്ല ഇപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നൂറയെ ജയിപ്പിക്കണം, നൂറയെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. അതായത് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും എന്തായാലും ടോപ്പ് 5 പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അത്രയും പേരൊന്നും ഈ പറയുന്ന പ്രേക്ഷകർ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു തോന്നല് ഇവർക്ക് രണ്ടുപേർക്കും സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പൊ അവരന്നേരം ഒരാളെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഒരാൾ ബാക്കിലോട്ട് പോയാലും കുഴപ്പമില്ല, അപ്പൊ വോട്ട് അത്രയും ഒരാൾക്ക് കിട്ടട്ടെ എന്ന് അവിടെ ആദിലയെ സെൽഫായിട്ടൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് നൂറയ്ക്കാണ് കംപ്ലീറ്റ് പുഷ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഇതൊരു വലിയൊരു ഫാക്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കിയ അനുമോള് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഈ അനുമോള് പറയുന്നതിനെ വിശ്വസിക്കാൻ ആദിലയ്ക്കും നൂറയ്ക്കും സാധിക്കണം എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം അനുമോളും ഇവരെ പോലെ തന്നെ മത്സരിക്കാൻ വന്നതാണല്ലോ. അനുമോൾ അവരെ സപ്പോർട്ട് ചെയ്യും, ജെനുവിൻ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും ഇവര് ചിന്തിക്കില്ല. മാത്രമല്ല ഈ പറഞ്ഞ ടോപ്പ് 5 അനുമോളും നൂറയും ആദിലയും ഒന്നിച്ച് വന്നാൽ പോലും തന്റെ തൊട്ട് ഫ്രണ്ടില് തനിക്കെതിരെ മത്സരിക്കുന്നത് ആദിലയും നൂറയാണെന്ന് അറിഞ്ഞാൽ അനുമോൾ ഉൾപ്പെടെ അവർക്കെതിരെ മത്സരിക്കത്തല്ലേ ഉള്ളൂ എന്നൊക്കെ ആദിലയും നൂറയും ചിന്തിക്കുന്നുണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾ പറഞ്ഞത് കേൾക്കേണ്ട, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ ഇല്ല. ഇനി ഇത് ഇന്നലത്തെ സംഭവം. ഇന്ന് രാവിലെ തൊട്ട് വേറൊരു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ ഈ ഒരു വഴക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന ഒരു ചെറിയ ക്ലാഷ്, ഇത് ഇവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാക്കി, ഒരു പിണക്കമുണ്ടാക്കി. എങ്കിലും ആദിലയും നൂറയും അനുമോളും ഇത് തമ്മിൽ സംസാരിച്ച് അനുമോളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായം താൻ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഇതെന്തായാലും ഇതിപ്പോ ആരും കാണാതെ നിങ്ങൾ ചെയ്താലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ലാലേട്ടൻ ചോദിക്കും. അപ്പൊ ലാലേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞ് നിങ്ങൾ മോശമാകുന്നതിനെക്കാട്ടിയും നല്ലത് ഞാനത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ അനുമോള് പറഞ്ഞ് അനുമോളുടെ ഭാഗം അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നാലും ആ വഴക്കിന്റെ ബാക്കി പിടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഇന്ന് ശരിക്കും പറഞ്ഞ അനുമോൾക്കെതിരെ നൂറയും ആദിലയും കച്ച കെട്ടി ഇറങ്ങിയതുപോലെ എനിക്കിന്ന് തോന്നി. റീസൺ ഉണ്ട്. ഓൾറെഡി രാവിലെ പാല് പിരിഞ്ഞതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പാല് പിരിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പാല് പിരിഞ്ഞാൽ പിന്നെ അത് തൈര് നമ്മൾ ഒഴിക്കുകയാണെങ്കിലേ ഉള്ളൂ. അതായത് ഓൾറെഡി ഉള്ള തൈരിനകത്ത് ഒഴിച്ചാലേ നമുക്കത് തൈരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതാ പിരിഞ്ഞ പാല് പിന്നെ കൊണ്ടുവന്ന് ഒന്നും ഇല്ലാതെ നമുക്ക് ഒന്നും തൈരാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പ്രോട്ടീൻ ആണെന്നൊക്കെ പറഞ്ഞാലും കാര്യമൊന്നുമില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. പക്ഷെ അനുമോള് തൈര് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം അവിടെ അതും ഉണ്ടായി. അതിനുശേഷം ഈ ദോശയുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാവ് ഒരുപാട് ഇല്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരുവിധം തികയ്ക്കാം, എല്ലാവരും 3 വെച്ച് കഴിക്കില്ല, 2 വെച്ച് കഴിക്കുന്നവരുണ്ട്, പിന്നെ എനിക്ക് 1 മതി എന്നൊക്കെ പറഞ്ഞ് അനുമോള് കുറച്ച് നല്ല പിള്ളയാകുന്നുണ്ട്. അതിന്റെ ഇടയിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, വീണ്ടും ബിഗ് ബോസ് 2 കവർ പാല് കൊടുത്തു. 1 കവർ പാലിൽ 10 പേര് ചായ ഇടണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 2 കവറിൽ 1 രാവിലെ 1 വൈകിട്ടും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അവർ വെക്കുന്നത്. അപ്പോ ഇത് അനുമോള് ചായ ഇടുമ്പോൾ അതിൽ കടുപ്പമില്ല, വെള്ളം കൂടി പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള കംപ്ലൈൻസുകൾ ആദിലയും നൂറയും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അനുമോള് പറഞ്ഞു, എന്നാൽ നിങ്ങൾ തന്നെ ചായ ഇട്ടോ. പക്ഷെ ഇത് പറയുന്നത് ഒരു തർക്കുത്തരം രീതിയിലാണ്. എന്നാൽ പിന്നെ പറയുന്ന ആള് തന്നെ ചായ ഇട്ടാൽ മതി, ഇതാണ് ഒരു ടോൺ എന്ന് പറയുന്നത്. അപ്പം ആദില പറഞ്ഞിട്ടുണ്ട്, എന്നാ മോള് തന്നെ പോയി ബേബി ചായ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൂറ പോകുന്നു, ചായ ഇടാൻ ചെല്ലുന്നു. അപ്പൊ നൂറ ചായ ഇടാൻ ചെന്നിട്ട് വെറും ചൊറി പോലെ സംസാരമാണ്. കാരണം എന്ന് വെച്ചാൽ സാബുമാന് കുറച്ച് പാല് മാറ്റി വെക്കണം. സാബുമാനിന്റെ അടുത്ത് ഈ ഒരു കാര്യം ഇത് നൂറയ്ക്ക് അങ്ങ് ചെയ്താൽ പോരെ. ഇതുടനെ അനുമോളെ വളരെ സോഫ്റ്റ് ആയിട്ട് സാബുമാന് വേണ്ടിയിട്ടുള്ള പാലിനകത്ത് നിന്ന് കുറച്ച് മാറ്റി വെക്കണേ എന്നിങ്ങനെ നിർത്തി പറഞ്ഞു. ഉടനെ അനുവിനറിയാം ഇത് മനഃപൂർവ്വം ചോറിയാണ്. അനു അന്നേരം തിരിച്ച് അത് ചായ ഇടുന്നവരങ്ങ് ഇട്ടാ പോരെ എന്ന് കുറച്ച് ഷൗട്ട് ചെയ്ത് തന്നെ. ഷൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതി എന്തുവാ, അതുപോലെ സംസാരിച്ചു അനുമോള്. ഉടനെ ഇത് കേൾക്കാൻ കാത്തിരുന്ന നൂറ അപ്പോൾ തന്നെ
അതിന് തർക്കുത്തരം പോലെ സംസാരിക്കുന്നത് എന്താ? മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോരെ, ഇങ്ങോട്ട് എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്? ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചാൽ തിരിച്ചും നല്ലത് നീ കേൾക്കും എന്നും പറഞ്ഞുകൊണ്ട് നൂറ. ഷാനവാസ് ഇതിന്റെ ഇടയിൽ കിടന്ന് പറയുന്നുണ്ട്, ചുമ്മാ ഇതൊന്നും ഒരു പ്രശ്നമാക്കാതെ ഇത് എന്തിനാണ് ഇങ്ങനെ വഴക്കടിക്കുന്നത്, ഇങ്ങനെ തർക്കിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ നൂറയെടുത്ത് ശാസിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് പറയാൻ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നിങ്ങളാണ് ചായ ഇടുന്നത്, പിന്നെ ചായ ഇടുന്നവർക്ക് തന്നെ പാലെടുത്ത് മാറ്റിയാൽ പോരെ എന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അനുമോൾ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. കാരണം അനുമോൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഈ ആതിരയും നൂറയും തനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നേന്ന്. അത് മാത്രമല്ല അനുമോൾ പിന്നെയും പറയുന്നുണ്ട്, താനിവിടെ കറി വെച്ചാൽ എല്ലാവരും മൂക്കുമുട്ട എടുത്ത് കഴിക്കും. മാത്രമല്ല ലക്ഷ്മി കറി വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എരി ഇടുന്നത്. അത് ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ലക്ഷ്മി കൂടുതൽ എരി വാരി ഇടല്ലേ എന്നൊക്കെ. പക്ഷെ അനുമോള് ഇന്നേവരെ അങ്ങനെ വെച്ച് ഞാൻ കണ്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പം ആദിലയും നൂറയും ഒക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് അനുമോള് കിച്ചണിൽ നിന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ കറി വെച്ചാൽ പോലും ഇപ്പൊ എരി കൂടുതലാണെന്ന് പറയുന്നുണ്ട്, വെള്ളം പോലെയാണെന്ന് പറയുന്നുണ്ട്. ചായ ഇട്ട ഇവിടെ ഈ ഒരു കവറിലെ പാലിൽ 10 പേർക്ക് ചായ ഇടുമ്പോൾ എന്തായാലും വെള്ളം കൂടുതൽ ഒഴിച്ചേ പറ്റൂ, അതുകൊണ്ട് വെള്ളം കൂടുതൽ തന്നെയാണ്. അനുമോൾ ഇത് പറയുമ്പോൾ ആദില ഇവിടെ തിരുത്താൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം കൂടുതലുള്ളത് കൊണ്ടല്ല, കടുപ്പം കൂടുതൽ ഇടുന്നത് കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദില അനുമോളടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇനി ഡീപ്പായിട്ട് വരും ലൈവിലൊക്കെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആദിലയും നൂറയും കൂടെ കാര്യമായിട്ട് ഭയങ്കര ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ലൈവിൽ ഉടനീളം കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നൂറ ഇപ്പോൾ ഭയങ്കര സൈലന്റ് ആണ്, നൂറ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് എല്ലാവരും നോമിനേഷനിൽ പറയുന്നുണ്ട്. ശരിയാണ്, നൂറയും അനുമോളും ആദിലയും ഇവർ 3 പേരും ഒരുമാതിരി തമാശയൊക്കെ കളിച്ച് ഓടിച്ചാടി നടക്കുകയാണ്. ക്യാപ്റ്റനായിട്ട് ആദില ഒന്ന് ഇത്തിരി സ്റ്റെപ്പ് ബാക്ക് ചെയ്തപ്പോഴത്തേക്ക് നൂറയും അനുമോളും കുട്ടികളി കാണിച്ച് നടക്കുന്നു എന്നുള്ളൊരു പരാതി ആദിലയ്ക്ക് നൂറയോടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അനുമോളെ ആദിലയും നൂറയും ടാർഗറ്റ് ചെയ്യുന്നത് മോശം തന്നെയാണ്. അവർക്ക് സെൽഫായിട്ട് കളിക്കണമെങ്കിൽ അവർക്ക് സെൽഫായിട്ട് കളിക്കാം. അതിനകത്ത് അനുമോളെ നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്ത് എല്ലാവർക്കും മുന്നിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്ക് അത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.